ആശകളായിരം കണ്ടു. എറണാകുളം ലുലു PVR നിന്നാണ് കണ്ടത്. 4K ലേസർ വിത്ത് 7.1 ആണ്. ആശകളായിരം ഡയറക്റ്റഡ് ബൈ ജി പ്രജിത്ത്. നമ്മുടെ വടക്കൻ സെൽഫിയൊക്കെ ഡയറക്റ്റ് ചെയ്ത ആളാണ്. ഒരു നല്ല ഫാമിലി കോമഡി ഡ്രാമ. പ്രജിത്ത് നന്നായിട്ട് തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. റിട്ടൺ ബൈ ജൂഡ് ആൻ്റണി ജോസഫ് ആൻഡ് അരവിന്ദ് രാജേന്ദ്രൻ. നല്ല റൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു സിംപ്ലിസിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകുന്നുണ്ട്. ഡയലോഗ്സും കൊള്ളാം. കഥാപാത്രങ്ങൾ താരങ്ങളാവുന്ന കുറച്ച് കഥാമുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട്. അവിടെയൊക്കെ നന്നായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്തെ സംഭാഷണങ്ങളും അഭിനയ മുഹൂർത്തങ്ങളും ഒക്കെ ഈ സിനിമയുടെ ഒരു പോസിറ്റീവാണ്. പിന്നെ സിനിമറ്റോഗ്രാഫി ബൈ സ്വരൂപ് ആൻഡ് എഡിറ്റിംഗ് ബൈ ഷഫീഖ്. ഒരു സാധാരണ കുടുംബചിത്രം എന്ന രീതിയിൽ തന്നെ ഇവർ രണ്ടുപേരും ഇതിനെ സമീപിച്ചിട്ടുണ്ട്. കമ്മിങ് ടു പെർഫോമൻസ്, ജയറാം തമ്നയിൽ പറഞ്ഞതുപോലെ മനസ്സ് നിറഞ്ഞു. കുറേ കാലത്തിന് ശേഷം നല്ലൊരു ജയറാം ചിത്രം. നല്ല പടങ്ങൾ കിട്ടുന്നില്ലെങ്കിലും അഭിനയത്തിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ജയറാമിന് ഇതൊക്കെ ജസ്റ്റ് ഒരു കേക്ക് വാക്ക്. കാളിദാസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ചില കോമഡി ഒന്നും ഏൽക്കാതെ പോയെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ മകൻ കോംബോ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ രസമായിരുന്നു കേട്ടോ. കാളിദാസിൻ്റെ ഒരു ഡയലോഗ് ഡെലിവറിയൊക്കെ വളരെ സോഫ്റ്റ് ആണെങ്കിലും ഈ സിനിമയിൽ വലിയ കുഴപ്പമില്ലാതെ നല്ല രസമുണ്ട് ചെയ്യുന്നതൊക്കെ കാണാൻ. ഷറഫുദ്ദീൻ ആൻഡ് ആശ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഷറഫുദ്ദീൻ വന്നപ്പോൾ പടത്തിൻ്റെ ഗ്രാഫ് നന്നായിട്ട് തന്നെ ഉയർന്നിട്ടുണ്ട്. നല്ല പ്രകടനമായിരുന്നു. ഒരു കൊച്ചു നല്ല സിനിമ. കുടുംബ പ്രേക്ഷകർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് വന്ന് കണ്ടു നോക്കുക. അപ്പം ശരി.